വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. ഹായുടെ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് വളരെ ഉപകാരമാകാൻ പോകുന്നൊരു വീഡിയോ ആയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത് അതാണ് അല്ലേ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. സോ മിസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ചേഞ്ചസ് ഇൻവോൾവിംഗ് ദ ഫോളോയിങ് പ്രോസസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഏതാണ് ഫിസിക്കൽ ചേഞ്ച്, ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് താഴെ കൊടുത്ത് ഓരോ സാധനങ്ങളും ചെയ്യാൻ. ഫോട്ടോസിന്തസിസും ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടറും ബേണിംഗ് ഓഫ് കോളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ അറിയേണ്ടത് എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്. മിസ്സ് ഈ ഒരു പേപ്പറിനെ എടുത്തിട്ട് ക്രഷ് ചെയ്തു, എന്നിട്ട് ഇത് പഴയ മോഡലിലോട്ടാക്കുമ്പോൾ ഇതിങ്ങനെ ആവുന്നില്ലേ? ഇത് എന്ത് ചേഞ്ചാ? ഫിസിക്കൽ ചേഞ്ചാ. കാരണം ഫിസിക്കലി അപ്പിയറൻസിലെ മാറ്റം വന്നുള്ളൂ, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഫിസിക്കൽ ചേഞ്ച്. ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സൈസ്, കളർ ആൻഡ് അതുപോലെ ഷേപ്പിൽ മാറ്റം വരികയാണെങ്കിൽ അതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിലുണ്ടാകുന്ന ചേഞ്ചുകളെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. ആൻഡ് ഇൻ സച്ച് എ ചേഞ്ച് നോ ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല. അതേ സമയത്ത് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഈ പേപ്പർ എടുത്ത് ഞാൻ ഇവൻ കത്തിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇനി അത് തിരിച്ചെനിക്ക് കിട്ടുമോ? ഇല്ല, ചാരമായിട്ട് ആഷായിട്ടേ കിട്ടുള്ളൂ. അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്, കെമിക്കൽ ചേഞ്ച് ആണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. കമ്പഷനും റസ്റ്റും ഡൈജഷനും ഒക്കെ അതിലുള്ള എക്സാമ്പിളുകളാണ്. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിച്ചത് ഫോട്ടോസിന്തസിസാണ്. എടാ, ഫോട്ടോസിന്തസിസ് എന്ത് ചേഞ്ചാ വരിക? കെമിക്കൽ ചേഞ്ചാ. കാരണം അവിടെ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ലീഫിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ആണ്. കാരണം അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫുഡും ഓക്സിജൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് പിന്നീട് തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. അതേസമയം ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടറോ, അതിൽ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഇട്ട സാധനം തന്നെ മിക്സ് ചെയ്തു, കുറച്ച് കളർ ചേഞ്ച് വന്നു, കുറച്ച് മാറ്റം വന്നു എന്നല്ലാണ്ട് വേറെ മാറ്റമില്ല. സോ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദി ബേണിംഗ് ഓഫ് കോൾ ആണെങ്കിലോ, കൽക്കരി നമ്മൾ കത്തിക്കുകയാണെന്ന് വിചാരിച്ചോ, അതെന്താ? കെമിക്കൽ ചേഞ്ചാ. കാരണം പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു, പുതിയൊരാൾ ഉണ്ടാവും ചെയ്തു. സോ ഇറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണെങ്കിലോ, നമ്മുടെ വാക്സ് എന്ന് വെച്ചാൽ മെഴുകുതിരി ഉരുകുകയാണ്. ഉരുകി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പഴയ പോലെ ആക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് വാക്സ് എന്ന് പറയുന്ന മെൽറ്റിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചാ, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തില്ല. റെഡി? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവുകയാണ്. When a candle burn, both the physical and chemical changes take place. Identify these changes. Give another example of familiar process in which both chemical and physical changes ടേക്ക് പ്ലേസ് എന്നും പറയുന്നുണ്ട്. നോക്കിയടാ മക്കളെ, ക്യാൻഡിൽ ബേൺ ചെയ്യുക അല്ലേ. ഒരു ക്യാൻഡിൽ നമ്മൾ മെഴുകുതിരി കത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നടക്കുന്നത് ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം ബേണിംഗ് ഓഫ് ക്യാൻഡിൽ അല്ലേ ചോദിച്ചത്. ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണ് ഫിസിക്കൽ ചേഞ്ച് വരാം. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും മെഴുകുതിരി ഉരുക അല്ലേ, ഉരുകിപ്പോയ മെഴുകുതിരി ഫിസിക്കലിലുള്ള ചേഞ്ചാണ്. പക്ഷേ ക്യാൻഡിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാലോ, കത്തിപ്പോയി കഴിഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ച് ആയി. ഹമ്പട എങ്ങനെ ഇരിക്കുന്നത് നോക്കുക. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് അവിടെ വാക്സ് ഉരുകിപ്പോയി, പിന്നെ വീണ്ടും ആവുക. എന്നാൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ കത്തുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അവർ ബേണിംഗ് ഓഫ് ഗ്യാസ് വിത്ത് എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ ആ ക്യാൻഡിൽ ബേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ചാണ്. അതേസമയം ഡൈജഷൻ ഓഫ് ഫുഡ് എന്താടാ? അത് കെമിക്കൽ ചേഞ്ച് ഇസ് ദ ഡൈജഷൻ ഓഫ് ഫുഡ് ബൈ ആക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. നമ്മുടെ ബോഡിയുടെ അകത്ത് HCl ഉണ്ടെന്ന് നമുക്കറിയാം, എൻസൈംസ് ഉണ്ടെന്നറിയാം, അതൊക്കെ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്. ഫിസിക്കൽ ചേഞ്ചസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ ഫുഡ് മോളിക്യൂൾ ഇൻ ടു സിംപ്ലർ. നമ്മളൊരു സാധനം, ഒരു ബിരിയാണി കഴിച്ചാൽ കഴിച്ച് കുഞ്ഞനാക്കില്ലേ, അത് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം. അടുത്തത്, എക്സ്പ്ലെയിൻ വൈ ബേണിംഗ് വുഡ് ആൻഡ് കട്ടിംഗ് ഇറ്റ് ഇൻ ടു സ്മോളർ പീസ് ആർ കൺസിഡർ ദ 2 different types ഓഫ് ചേഞ്ചസ് എന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? കട്ട് ചെയ്യുന്ന വുഡ് അല്ലേ, വുഡ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. അവിടെ ഫിസിക്കൽ ചേഞ്ച് വരും. കാരണം എന്താണ്? നമ്മൾ കട്ട് ചെയ്തു, കുഞ്ഞനായിട്ടുള്ള പീസുകളാക്കി മാറ്റി. അപ്പോൾ അത് ഫിസിക്കൽ ചേഞ്ച് ആണ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും വന്നില്ല. ഓൺ അതർ ഹാൻഡ് ദ ബേണിംഗ് ഓഫ് വുഡ്, നമ്മളത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് കെമിക്കൽ ചേഞ്ച് ആയി. കാരണം അത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിച്ച് നമുക്ക് അതിനെ വുഡായിട്ട് കിട്ടുമോ? കിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അത് ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പ്രോസസ് ആണെന്ന് പറയാൻ പറ്റും, കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്തത് fill in the blank type question ആണ്. When carbon dioxide passes through the lime water, it turns milky due to the formation of dash.
എന്താണ് ആ ഡാഷിന് അവിടെ ഫിൽ ചെയ്യേണ്ടി വരുന്നത്? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈം വാട്ടറിൽ പാസ് ചെയ്യുമ്പോൾ അതൊരു പാൽ നിറമാകും, മിൽക്കി പോലെയാകും, ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് എന്താ? ദ കെമിക്കൽ നെയിം ഓഫ് ദ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ചോദിച്ചു. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് കേട്ടോ. ബേക്കിംഗ് സോഡ കുറേ എണ്ണം അങ്ങനെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയി കുറേ സാധനങ്ങളുണ്ട്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, അതൊക്കെ എൻ്റെ മക്കളെ പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റാ. അപ്പോൾ സെറ്റ് അല്ലേ, റെഡി അല്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പോകെ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീരിയസ്.